എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വെൽനസ് വിത്ത് വിധു. ഐ എം വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ്. ഇന്ന് നമുക്ക് വെൽനസ് എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്ത് തന്നെ തുടങ്ങാം. ആക്ച്വലി എന്താണ് ഈ വെൽനസ്? വെൽനസ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. വെൽനസ് എന്ന് പറഞ്ഞാൽ ഇസ് ഇറ്റ് ജസ്റ്റ് ആബ്സെൻസ് ഓഫ് ഡിസീസ്? അസുഖം ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളത് മാത്രമാണോ വെൽനസ് എന്ന് പറയുന്നത്? വെൽനസ് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എല്ലാ രീതിയിലും നമുക്ക് ഉണ്ടാവുന്ന ഒരു പൂർണ്ണ ആരോഗ്യമുള്ള അവസ്ഥ. പൂർണ്ണ ആരോഗ്യമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി, ഫിനാൻഷ്യലി, സോഷ്യലി എല്ലാത്തിലും ഒരു ആരോഗ്യമുള്ള ഒരു അവസ്ഥ. എല്ലാത്തിലും ഒരു ബാലൻസ്ഡ് ആവുക, ഒരു കൺട്രോൾ ഓഫ് ലൈഫ് ഉണ്ടാവുക. ഇതൊക്കെയാണ് നമ്മൾ വെൽനസ് എന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. നമുക്കറിയാം, നമ്മൾ എത്ര പേര് ഫുൾ ആയിട്ട് ഒരു വെൽനസ് എന്നുള്ള കൺസെപ്റ്റിനകത്താണ്, അല്ലെങ്കിൽ വെൽനസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ ലൈഫിൽ എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട്, എത്രത്തോളം പെർസെൻറ്റേജ് നമ്മൾ വെൽനസ്സിലാണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിയാൽ ഓരോ വ്യക്തികളും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടേതായ ഒരു ജീവിതം കെട്ടിപ്പടുത്താനുള്ള ഓട്ടത്തിലാണ്. നമ്മൾ ചുറ്റും നോക്കിയാൽ എല്ലാവരും തിരക്കില്ല, എല്ലാവരും പല പല രീതിയിലുള്ള കാര്യങ്ങളിൽ ബിസിയാണ്. ഇവരെല്ലാവരും ശരിയായ ഒരു വെൽനസ് ഫോളോ ചെയ്യുന്നുണ്ട്. അവർ ശരിയായ രീതിയിലൊരു ഭക്ഷണക്രമം അവർക്കുണ്ട്, ഒരു പ്രോപ്പർ ഡയറ്റ് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ, അവർക്കൊരു പ്രോപ്പർ സ്ലീപ്പ് പാറ്റേൺ ഉണ്ടോ, അവരൊരു ശരിയായ രീതിയിലൊരു വ്യായാമമോ അല്ലെങ്കിൽ അവരുടെ ഒരു ബോഡി ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവർ ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ടോ, അവരുടെ ചിന്താഗതി, അവർക്ക് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് ലൈഫിനെ പറ്റി, ഇതൊക്കെ എങ്ങനെയായിരിക്കും? ടോട്ടലി എല്ലാം തികഞ്ഞ ഒരു മനുഷ്യരും ഉണ്ടാവില്ല അല്ലേ? പക്ഷേ എത്രത്തോളം പെർസെൻറ്റേജ് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖം ഇല്ലാത്ത ഒരു അവസ്ഥ എന്നതിലപ്പുറം ഒരു ബാലൻസ്ഡും ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു ലൈഫാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫിനകത്ത് ഇന്നത്തെ ഫാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ്, ഒരു പ്രോപ്പർ ഡയറ്റ് ഇല്ലാണ്ടിരിക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാണ്ടിരിക്കുക, ഭയങ്കര സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെയുള്ള പല നമ്മുടെ ഹാബിറ്റ്സ് കൊണ്ടിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിലേക്ക് ചെന്ന് എത്തിച്ചേരുകയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ശരിക്കും നമ്മൾ വെൽനസ് എന്നുള്ളൊരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ വെൽനസ് ഓപ്ഷണൽ ആണോ? വെൽനസ് ഒരിക്കലും ഇപ്പോൾ ഓപ്ഷണൽ അല്ല അല്ലേ? അതൊരു എസെൻഷ്യൽ പാർട്ട് ഓഫ് ലൈഫായിട്ട് മാറിയേക്കുക, എസെൻഷ്യൽ ഫോർ സർവൈവലാണ്. നമ്മുടെ നല്ല രീതിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ പോലും വെൽനസ് എന്നൊരു കൺസെപ്റ്റിനെ പറ്റി നമ്മൾ ബോധവാൻ ആവണം. അല്ലെങ്കിൽ നമുക്കത് പല രീതിയിലുള്ള ഇഷ്യൂസിലേക്കാണ് നമ്മൾ പോകണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, സ്പിരിച്വൽ വെൽബീയിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ ഘടകങ്ങളും വരും. നമ്മുടെ സ്ലീപ്പ് പാറ്റേൺസ് വരും, നമ്മുടെ എക്സസൈസിൻ്റെ കാര്യങ്ങൾ വരും, നമ്മുടെ ഫുഡിൻ്റെ പാറ്റേൺസ് വരും, തോട്ട് പ്രോസസ്സ് വരും. ഇതെല്ലാം അതിനകത്ത് എല്ലാം കണക്റ്റഡും ഇൻ്റർലിങ്ക്ഡും ആണ്. അപ്പോൾ ഇന്ന് ടെക്നോളജീസ് വളർന്നു, നല്ല രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസൊക്കെ നമുക്ക് നല്ലോണം ഉണ്ട്. എല്ലാ രീതിയിലും നമ്മൾ വെൽ എക്വിപ്ഡ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഫെസിലിറ്റീസും ഇത്രയൊക്കെ ഡെവലപ്മെൻറ്റും ഇതൊക്കെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടിട്ട് മനുഷ്യൻ്റെ അസുഖത്തിൻ്റെ ഗ്രാഫ് കൂടിക്കൊണ്ടിരിക്കുന്നു, ആരോഗ്യത്തിൻ്റെ ഗ്രാഫ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു? ഇത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു വലിയ ടോപ്പിക്കല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം എടുത്ത് നോക്കി, ഇന്ന് എനിക്ക് അസുഖമൊന്നുമില്ല എന്നുള്ളൊരു കണ്ടീഷനാണെങ്കിൽ, ഇന്ന് എനിക്ക് അസുഖമില്ല എന്ന് വെച്ചുകൊണ്ട് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? പക്ഷെ പൂർണ്ണ ആരോഗ്യവാനായ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് അസുഖം വരാനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഭയങ്കര ഡിഫറൻസ് ആണ്. നമ്മൾ ആരോഗ്യവാനായിട്ട് ഇരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? പക്ഷെ നമ്മൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്തൊക്കെയാണ്? ആരോഗ്യമായിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥയെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് ഹെൽത്ത്. ഓക്കെ, ഈ ഹെൽത്ത്, അസുഖം എന്ന് പറയുന്നത് സിക്നെസ് അല്ലെങ്കിൽ ഇൽനെസ്. അപ്പോൾ ഹെൽത്തും ഇൽനെസ്സും ആ രണ്ട് കാറ്റഗറി മനസ്സിൽ വെച്ചിട്ട് ഹെൽത്തിനെ കെയർ ചെയ്യുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഹോസ്പിറ്റൽസ്, ഡോക്ടേഴ്സ്, ലാബ്സ്, എക്സ്റേ, സ്കാനിങ് സെൻറ്റർ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇതൊക്കെയാണ്. പക്ഷേ ആക്ച്വലി ഇതൊക്കെ ഹെൽത്ത് കെയർ ആണോ അതോ അത് ഹെൽത്ത് സ്കെയർ ആണോ? നമുക്ക് ഹെൽത്തിനെ പറ്റി പേടിയല്ലേ വരുന്നത് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ? അപ്പോൾ ശരിക്കും ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്ന കുറച്ച് കാര്യമാണ്. ഒരു വേൾഡ് ഫേമസ് എക്കണോമിസ്റ്റ് അങ്ങനെ ഒരു വെൽനസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ പേരാണ് പോൾ സെയിൻ പിൽസർ എന്ന് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതൊരു സിക്നസ് ഇൻഡസ്ട്രിയാണ്. ശരിക്കും നമ്മൾ എവിടെയോ നമുക്ക് തെറ്റിദ്ധാരണ വന്നേക്കുക, ആ ഒരു ഇൻഡസ്ട്രി നമുക്ക് വളരെ ആവശ്യമാണ്. നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖത്തിന് ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹോസ്പിറ്റൽസും ഈ പറയുന്ന ഫെസിലിറ്റീസ് എല്ലാം വേണം.
പക്ഷെ അസുഖം വരണതിന് മുമ്പുള്ള ഒരു സമയം നമ്മുടെ കയ്യിലാണ്. ആ അസുഖത്തിലേക്ക് നമ്മൾ എത്തിയത് എവിടെയൊക്കെയോ നമ്മൾ ശരിയല്ലാത്ത രീതിയിൽ നമ്മുടെ ഈ ബോഡിയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിട്ടാണല്ലോ നമ്മൾ അസുഖത്തിലേക്ക് എത്തണം. അപ്പോൾ അസുഖത്തിലേക്ക് എത്തിയാൽ നമുക്ക് ഈ ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ആവശ്യമുണ്ട്. പക്ഷെ ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പോകുന്നത് ഒരിക്കലും നമ്മൾ ഹാപ്പി ആയിട്ടായിരിക്കില്ല. നമ്മൾ അവിടെ ചെന്നുപെടുന്നത് ഒരു വയ്യായ വന്നതിന് ശേഷമാണ് അവിടെ ചെന്നുപെടുന്നത്. അവിടെ നിന്ന് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് നല്ല നല്ല ഹോസ്പിറ്റൽസും നല്ല നല്ല ഫെസിലിറ്റീസും നമുക്കുണ്ട്. പക്ഷെ അവിടെ എത്തിപ്പെടുന്നത് മനസ്സുകൊണ്ടിട്ട് നമ്മൾ ഒരു വിഷമിച്ചിട്ടും ഇഷ്ടമല്ലാണ്ടും ആരുടെയൊക്കെ പ്രേരണ കൊണ്ടുമായിരിക്കും നമ്മൾ അവിടെ ചെന്ന് പെടുന്നത്. കാരണം എന്താ, നമുക്ക് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം, നേരത്തെ നമ്മൾ പറഞ്ഞ ഹെൽത്ത് താഴത്തേക്ക് പോയതിന് ശേഷം ഉള്ളൊരവസ്ഥയിലേക്കാണ് ഞാൻ അസുഖമായിട്ട് അവിടെ ചെല്ലണം. ഓക്കെ, അപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഹോസ്പിറ്റൽസിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ എത്തുമ്പോഴും അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോഴും നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് വേറെ, അസുഖം എന്ന് പറയുന്നത് വേറെ. അപ്പോൾ അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നു, അസുഖം മാറാനുള്ള എല്ലാ വഴിയും നമുക്ക് അവിടെ നിന്ന് എല്ലാ വഴികളും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തേ പറ്റും. അതൊക്കെ കുറേ നമ്മുടെ കയ്യിലാണ് അല്ലേ. നമുക്ക് എല്ലാം ഡോക്ടറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റുമോ? അസുഖം വന്നാൽ ഡോക്ടർ നമ്മളെ ടേക്ക് കെയർ ചെയ്തോളൂ. പക്ഷെ അസുഖം വന്നു കഴിഞ്ഞാലും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അസുഖം വരണതിന് മുമ്പ് ശ്രദ്ധിച്ചാൽ ഈ അസുഖത്തിലേക്ക് പോണതിന് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണ്ട് നോക്കാം. നമ്മൾ കണ്ടിട്ടില്ലേ പലപ്പോഴും ഒരു 10, 90, 100 വയസ്സുള്ള ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടും നമ്മളെക്കാളും ഹെൽത്തി ആയിട്ടൊക്കെ നമുക്ക് അവരെ കാണാം. പക്ഷേ അവർക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ചിട്ടയുണ്ടാവും. അതിൽ നിന്ന് അവർ ജന്മം ചെയ്ത് അവർ മാറില്ല. ഉറങ്ങണയിലുണ്ടാവും, ഭക്ഷണം കഴിക്കണേലുണ്ടാവും, അവരുടെ ആക്ടിവിറ്റീസിലുണ്ടാവും. അവരുടെ ബോഡിയെ അതേപോലെ ടേക്ക് കെയർ ചെയ്തിട്ടാണ് പോണേ. നമ്മുടെ ആരോഗ്യത്തിൻ്റെ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെയാണ് അല്ലേ. മനസ്സോടെയും ഇഷ്ടമില്ലാണ്ടും വിഷമത്തോടുകൂടെ നമ്മൾ ചെല്ലുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽസ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എത്തിപ്പെടാണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്കായിട്ട് ചെയ്തുകൂടെ? കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ നമുക്ക് നോക്കിക്കൂടെ? ആവശ്യം വന്നാൽ നമ്മൾ പോകണം, പക്ഷെ അനാവശ്യമായിട്ട് നമ്മൾ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഈസി ഗോയിങ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ പോകാണ്ടിരിക്കുകയല്ലേ നല്ലത്. നമ്മളെല്ലാവരും ഹെൽത്തിയാണെന്ന് വിചാരിച്ചിരുന്നൊരു സമയമുണ്ട് അല്ലേ. എല്ലാവരും പറഞ്ഞിരുന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, ഞാൻ വളരെ ഹെൽത്തിയാണെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളെ ഒരാൾ വന്ന് ഓർമ്മിപ്പിച്ചത് നിങ്ങൾ ഹെൽത്തിയാണോ അല്ലയോ എന്ന് ചിന്തിക്കാനായിട്ട്. അതായിരുന്നു കോവിഡ് അല്ലേ. കോവിഡ് വന്ന സമയത്ത് നമ്മളെല്ലാവരും മനസ്സിലാക്കി ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന്. എത്ര വെൽത്തുള്ള ആൾക്കാർക്കാണെങ്കിലും അവരുടെ ആ വെൽത്തിനെ, അവരുടെ ഹെൽത്തിന് മെയിൻറ്റെയിൻ ചെയ്യാനോ അവരുടെ ജീവൻ തിരിച്ചു കിട്ടാനോ സഹായിച്ചില്ല എന്നുള്ള സത്യം നമ്മൾ പേപ്പറിൽ കൂടെയൊക്കെ ഇഷ്ടം പോലെ കണ്ടു. നമ്മുടെ അയൽവക്കത്ത് നമ്മൾ കണ്ടു, നമ്മുടെ ഫാമിലീസിൽ നമ്മൾ കണ്ടു. ഒരിക്കൽ ആരോഗ്യം ക്ഷയിച്ചാലും നമുക്ക് ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബോഡിയെ നമ്മൾ ഒരു കൺട്രോളും ഇല്ലാണ്ട് പോണ ഒരു ജീവിത ശൈലിയാണ് ഇന്ന് നമ്മൾ ചുറ്റും കാണുന്നത്. വിതൗട്ട് ഹെൽത്ത് വെൽത്ത് ഇസ് ഓഫ് നോ യൂസ്. അതൊരു വലിയ പാഠം നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് നമ്മുടെ ഭൂമിയിൽ നമുക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് നമ്മുടെ ഓരോരുത്തരുടെയും ഹെൽത്താണ്. അതിന് കുറച്ച് പ്രാധാന്യം നമ്മൾ കൊടുക്കണം. കോവിഡ് ശരിക്കും നമ്മുടെ ലോകം തന്നെ വിറപ്പിച്ചു അല്ലേ. ഇറ്റ് ഷുക്ക് ദ വേൾഡ്. ആ ഒരു കണ്ടീഷനിൽ എല്ലാവരും പേടിച്ചിരുന്നൊരവസ്ഥ. ജസ്റ്റ് ഇമാജിൻ, 15 ദിവസം മാത്രം ആയുസ്സുള്ള ഒരു കോവിഡ് വൈറസ് നമ്മുടെ വഴികളിലൂടെ സുഖമായി ഉല്ലസിച്ച് നടന്നപ്പോൾ 80, 100 വയസ്സ് വരെ ആയുസ്സുള്ള നമ്മൾ ഓരോരുത്തരും പേടിച്ച് വീടുകളിൽ അടച്ചിരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. കണ്ണിൽ കാണാൻ പോലും പറ്റാത്ത ഈ ഒരു വൈറസിനെ പേടിച്ചിട്ടാണ് ഭൂമിയിലെ ജീവജാലങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്നു എന്ന് അഭിമാനിച്ചിരുന്ന നമ്മൾ ഓരോ മനുഷ്യരും ഒളിച്ച് വീട്ടിനകത്ത് അടച്ചിരുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്താണ് ആ അവസ്ഥയ്ക്ക് കാരണം? എന്തുകൊണ്ട് നമ്മളെല്ലാവരും ഭയന്നു? നമ്മുടെ ഓരോരുത്തരുടെയും രോഗപ്രതിരോധ ശേഷി നശിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും അപ്പോഴാണ് അറിയണം. ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വാക്കൊക്കെ പലരും അപ്പോഴാണ് കേൾക്കണത് തന്നെ. പല അവയവങ്ങളും നമ്മുടെ വീക്കാണെന്ന് പലരും അപ്പോഴാണ് അറിഞ്ഞത്. പുറത്ത് നമ്മളൊരു പൂർണ്ണ ആരോഗ്യവാനാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഇരുന്നിരുന്നത്. പക്ഷേ ഈ നിസ്സാരമായൊരു വൈറസ് നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിച്ചു.
പക്ഷെ അന്ന് മുതൽ ഒരു വിഭാഗം ആൾക്കാർ, കുറച്ച് ആൾക്കാരൊക്കെ കുറച്ച് ഹെൽത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ. അവർ യോഗയാണെങ്കിലും അല്ലെങ്കിൽ സൈക്ലിംഗ് ടീമിൻ്റെയൊക്കെ എണ്ണം കൂടി, പല രീതിയിലും അവർ മറ്റു ജിമ്മുകളിലാണെങ്കിലും എക്സസൈസിൻ്റെ ഇതിനകത്താണെങ്കിലും ആൾക്കാർ സ്പെൻഡ് ചെയ്യാനും തുടങ്ങി. അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പല രീതിയിൽ പല ഓർഗനൈസേഷൻസിലും വെൽനസ് ഗ്രൂപ്പുകളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് സപ്ലിമെൻറ്റ്സ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ പല രീതിയിൽ ഒരു വിഭാഗം ആൾക്കാർ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ളൊരു ശ്രദ്ധ വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നാലും 95% ആൾക്കാർ ഇപ്പോഴും ശ്രദ്ധയില്ലാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. ശരിക്കും പറഞ്ഞാൽ കോവിഡിനേക്കാളും വളരെ മാരകമായ വലിയ മോൺസ്റ്റേഴ്സ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. വളരെ വളരെ സൈലൻറ്റ് കില്ലേഴ്സായ പലരും ദിവസവും നമ്മുടെ കൂടെയുണ്ട്. ആരൊക്കെയാണ്? അതാണ് ഡയബറ്റീസ്, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു മോൺസ്റ്റേഴ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പുറത്തുനിന്ന് വന്ന ഈ ചെറിയ കോവിഡിനെയല്ലേ നമ്മളെല്ലാവരും പേടിച്ച്. ഈ ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ശ്രദ്ധയോ എന്തെങ്കിലും ഒരു കരുതലോ നമ്മൾ ആരെങ്കിലും എടുക്കണ്ടോ? ഒരു ബ്ലഡ് ടെസ്റ്റിനകത്തോ അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിനകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റിനകത്തോ റിവീൽ ചെയ്യണമെമ്പോഴാണ് ഈ മോൺസ്റ്റർ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ അറിയണേ. നമ്മൾ എന്തിനാ ഈ ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യണം? ആ സമയത്ത് മുതൽ നമ്മൾ അലേർട്ടാണ്, ഭയങ്കര അലേർട്ടാണ്. നമ്മളൊരു വേക്കപ്പ് കോൾ പോലെയാണ് നമുക്കത്. അപ്പം മുതൽ നമ്മൾ അലേർട്ടാണ്. പക്ഷെ അത് അന്ന് വന്നതാണോ? അന്ന് വന്നതല്ലല്ലോ. ഇത് എത്രയോ വർഷം മുമ്പ് അതിൻ്റെ സീഡ് വീണു. എങ്ങനെ വീണു? എക്സസ് ആയിട്ടുള്ള ഫുഡ്, ജങ്ക് ഫുഡ്, ടു മച്ച് ഓഫ് സ്ട്രെസ്, ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ടു മച്ച് ഓഫ് കെമിക്കൽസ്, തൊട്ടേനും പിടിച്ചതിനും എല്ലാത്തിനും പെയിൻ കില്ലേഴ്സും മരുന്നുകളും കഴിക്കുന്ന ഒരു ശീലം. ഒരിക്കൽ എഴുതി തന്ന ഒരു ഡോക്ടർ ഒരു മരുന്നുണ്ടെങ്കിൽ അത് തന്നെ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുക. വേണോ വേണ്ടയോ, ബോഡിയുടെ കണ്ടീഷൻസിന് ഇത് പറ്റണമാണോ ഒന്നും നോക്കില്ല. അങ്ങനെ നമ്മളെ തന്നെ ഒരു ഗാർബേജ് ബോക്സ് ആക്കി മാറ്റിയേക്കാം നമ്മുടെ ശരീരം. എന്തിനാ നമ്മൾ ഇങ്ങനെ ഒരു വേക്കപ്പ് കോളിന് വെയിറ്റ് ചെയ്യണം? വൈ ടു വി വെയിറ്റ് ഫോർ സച്ച് എ വേക്കപ്പ് കോൾ? അല്ലേ? എന്ത് പ്രശ്നം വന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ടെന്നുള്ള ധൈര്യമാണ് അത്. എന്തുകൊണ്ടിട്ടാണ് നമ്മളൊരു ഭയങ്കര കെയർലെസ് ആണ് നമ്മുടെ ആരോഗ്യത്തിൽ? ബിക്കോസ് വി ഓൾ ബിലീവ് ദാറ്റ് ഐ ആം ഓൾ എക്വിപ്ഡ്. എന്തിനാ? ഇൻഷുറൻസ് കമ്പനി നമുക്ക് കാശ് തരും, അസുഖം വന്ന ആശുപത്രി പോയാൽ. വൈ ഡു ഐ ഫിയർ ഓൺ ദാറ്റ്? എനിക്കെന്തിനാ പേടി? എനിക്ക് എന്തെങ്കിലും വന്നാൽ പൈസയാണല്ലോ എല്ലാവർക്കും ഒരു ഫാക്ടർ. പൈസയ്ക്ക് ഞാൻ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ട്. സോ നൗ വൈ ഡു വി പേ ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് സേവ് മണി ടു ഗെറ്റ് സിക്ക് 10, 15, 20 years later? നമ്മൾ നാളെ 10, 15, 20 വർഷത്തിന് ശേഷം അസുഖം വരാൻ വേണ്ടി ഇന്ന് നമ്മൾ കാശ് കൊടുത്തോണ്ടിരിക്കുക. സോ മെൻ്റലി വി ആർ പ്രിപ്പയറിങ് അവർ സെൽഫ് ടു ഗെറ്റ് സിക്ക്. ആണോ അല്ലയോ? അപ്പോൾ വി ആർ പേയിങ് ഫോർ എ ഹോസ്പിറ്റൽ ബെഡ് 20 years from now. എന്തിനാണ് മെൻ്റലി നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് അസുഖം വരാനായിട്ടുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇൻഷുറൻസ് വേണ്ടാന്നല്ല, ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് നമുക്ക് ആവശ്യത്തിന് വേണം. ഒരു എമർജൻസി വന്നു, ഒരു ആക്സിഡൻറ്റ് പറ്റി, ഒന്ന് കൈ വീണു, കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു, എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നമുക്കിതൊക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മൾ അത് അടച്ചുകൊണ്ടിരിക്കുമ്പോൾ മെൻ്റലി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എന്ത് അസുഖം വന്നാലും എന്നെ ടേക്ക് കെയർ ചെയ്യാൻ അവരുണ്ട്. അപ്പം ഞാൻ എൻ്റെ കാര്യം ഒന്നും നോക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരം വൈ ഡോണ്ട് യു യൂസ് 10% ഓഫ് ദിസ് ഇൻഷുറൻസ് മണി ഫോർ യുവർ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ? ഓൾസോ ലേണിംഗ് ഹൗ ടു ഈറ്റ്, ഹൗ ടു ഡ്രിങ്ക്, ഹൗ ടു ബ്രീത്ത്, ഹൗ ടു സ്ലീപ്പ് പ്രോപ്പർലി, ഹൗ ടു എക്സസൈസ് പ്രോപ്പർലി. ഇതൊക്കെ ഒന്ന് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ജീവിതം നമ്മൾ ഏറ്റെടുത്താൽ ഐ ഡോണ്ട് തിങ്ക് വിൽ ഗെറ്റ് സിക്ക് അറ്റ് ഓൾ. അല്ലേ? അതല്ല കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ എന്താ അവിടെ പ്രിഫർ ചെയ്യണം? കുറേയധികം പൈസ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, ഓടി നടന്ന് പല ജോലിയൊക്കെ ചെയ്ത് വി ആർ മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി and an insurance company that protect us and take care of our medical bills when we get cancer, when we get diabetic, when we get heart attack, when our kidney is not functioning. എല്ലാത്തിനും അവരുടെ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ നമ്മൾ തന്നെ അനുഭവിക്കാനുള്ള മുഴുവൻ അനുഭവിക്കണം. ഇൻഷുറൻസ് കമ്പനിയുടെ ചെലവിലിരുന്ന് ഇത് മുഴുവൻ നമ്മൾ തന്നെ അനുഭവിക്കണം. സോ ലിവിങ് ഹെൽത്തി നൗ ഇസ് ബെറ്റർ ഓർ നോട്ട്? ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് എന്താ അറിയോ? രോഗമല്ല, ഡെഫിഷ്യൻസീസ് ആണ് ഇന്നത്തെ ആരോഗ്യമില്ലാത്തതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. യു ആർ നോട്ട് സിക്ക്, യു ആർ നോട്ട് എ പേഷ്യൻറ്റ്, ബട്ട് യു ആർ ഇൻ ഡെഫിസിറ്റ്. അതാണ് ഇന്നത്തെ കണ്ടുപിടുത്തം പറയുന്നത്. സോ ഈ ഡെഫിസിറ്റുള്ള കണ്ടീഷനിൽ എങ്ങനെ വന്നു? അതിൻ്റെ റീസൺ എന്താണ്? ആരാണ് അതിന് ഉത്തരവാദി? ദ കീ ടു ഹെൽത്ത് ഇസ് ഇൻ അവർ ഹാൻഡ്സ്. നമ്മൾ ഓരോരുത്തരും ഭക്ഷണം കഴിക്കണം, ശരിക്കും വയറ് നിറയ്ക്കൽ പ്രക്രിയ മാത്രമാണ് നടക്കുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ഓരോ അമ്മമാരും ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ എത്രത്തോളം പോഷകങ്ങൾ ഉണ്ടെന്ന് നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ മണ്ണിൽ
പോഷകങ്ങൾ ഇല്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ നമ്മുടെ പ്ലേറ്റിലും പോഷകങ്ങൾ കുറയുന്നു. ഈ ഒരു ടോപ്പിക് ഒരു വലിയ ടോപ്പിക്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നമുക്ക് ഇന്ന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യണ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് പണ്ടത്തെ കാലത്ത് അസുഖങ്ങൾ വന്നിരുന്നത് നമുക്ക് ഫുഡിൻ്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണക്കുറവ് കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും വന്നിരുന്ന അസുഖങ്ങളും പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഭക്ഷണം ഇല്ലാത്തതിൻ്റെ ഒരു പേരിലായിരുന്നു. ഇന്ന് നമുക്ക് അസുഖങ്ങൾ വരണതിൻ്റെ കാരണം ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് ആണ്. ആവശ്യത്തിലേറെ ഭക്ഷണമുണ്ട്, ആവശ്യത്തിലേറെ ജങ്ക് ഫുഡ്സ് ഉണ്ട്, ഓവർ ഈറ്റിംഗ് ആണ്. പക്ഷെ നമുക്ക് എന്നിട്ടും അസുഖം വരുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ടൂ മച്ച് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, കീടനാശിനി ഫുഡ് ക്വാളിറ്റിയെ നശിപ്പിക്കുന്നു. റേഡിയേഷൻ, സെഡൻറ്ററി ലൈഫ്, മെഡിസിൻസ്, അതേപോലെ പെയിൻ കില്ലേഴ്സ്, ഇങ്ങനെയുള്ളതിൻ്റെ നമ്മുടെ സ്ഥിരമായ ശീലങ്ങൾ, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിനെ നശിപ്പിക്കുന്നു. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യമുണ്ട് പണ്ട്, അല്ലേ? ഫോർ എവറി ഇൽ ദർ ഇസ് എ പിൽ എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ നേരെ തിരിച്ചാണ്. ഫോർ എവറി പിൽ ദർ ഇസ് ആൻ ഇൽ എന്നുള്ള കണ്ടീഷനിലേക്ക് മാറി. ഈ അമിതമായി കഴിക്കുന്ന ഓരോ മരുന്നും നമ്മളെ ഒരു അസുഖത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഒരു മരുന്ന് വേറൊരു അസുഖത്തിനെയാണ് സൃഷ്ടിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ലാക്ക് ഓഫ് ന്യൂട്രീഷനാണ് നമ്മുടെ എല്ലാവരുടെയും ഹെൽത്ത് പോകാനുള്ള കാരണം. അപ്പോൾ ഒരു ബാലൻസ്, ഒരു ഹെൽത്ത് ഉണ്ടാക്കാനുള്ള ഒരു ബാലൻസ് കൊണ്ടുവരാമെന്ന് പറയുന്നത് ഇന്ന് ഒരിക്കലും ഒരു ലക്ഷറി അല്ല. ഇറ്റ് ഈസ് എ സർവൈവൽ, ഇറ്റ്സ് നീഡ് ഫോർ ദ സർവൈവൽ ഓഫ് ഹ്യൂമൻ ബീങ്. അപ്പം നമുക്ക് ഓരോരുത്തരുടെയും ശരീരത്തിലെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. അത് വന്നു കഴിഞ്ഞുള്ള കണ്ടീഷനാണ് അസുഖം. ആ അസുഖത്തിലേക്ക് പോയാൽ നമുക്ക് ഇന്നത്തെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പുള്ള ഒരു കാലഘട്ടം, അതിന് മുമ്പുള്ള നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മളെ ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം. ഒരു ഷിഫ്റ്റാണ് ഫ്രം ട്രീറ്റ്മെൻറ്റ് ടു പ്രിവെൻഷൻ എന്നുള്ളൊരു ഷിഫ്റ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഇപ്പം നമുക്കറിയാം, നമുക്കൊരു അസുഖം വന്ന് നമ്മൾ അതിനകത്ത് പൈസ ഇറക്കിക്കഴിഞ്ഞാൽ അതൊരു ചിലവാണ്, അതൊരു എക്സ്പെൻസാണ്. പക്ഷേ നമ്മുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യാൻ, ഒരു ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി നമ്മൾ പൈസ ഇറക്കിക്കഴിഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം അവിടെ നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ. ഇവിടെ ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ന്യൂട്രീഷൻ, ഫിറ്റ്നസ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് എല്ലാം അതിനകത്ത് വരും. ഇന്നാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റും ഇൻഷുറൻസ് കമ്പനിയും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വെൽനസ് ബേസ്ഡ് ഇൻ്റർവെൻഷൻസിന് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ സമയവും നമ്മുടെ പൈസയും. അതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം. അസുഖം വന്നുള്ള കാര്യത്തിന് ഇഷ്ടം പോലെ ആൾക്കാർ ടേക്ക് കെയർ ചെയ്യാനുണ്ട്. അസുഖം വരണതിന് മുമ്പ് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇൽനെസ്സിൽ നിന്ന് വെൽനെസ്സിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഇൽനെസ്സിൽ നിന്ന് വെൽനെസ്സിലേക്കുള്ള ഈ മാറ്റത്തിന് നമ്മൾ മാനസികമായിട്ട് തയ്യാറാവണം. അതിന് എപ്പോഴും വേണ്ട ഒരു കാര്യം, ആരോഗ്യത്തിന് തീരെ വില കൊടുക്കാതെയും അസുഖം വരുമ്പോൾ അപ്പം നോക്കാം എന്നുള്ളൊരു മനോഭാവം, അവനവൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യം ഏറ്റവും അവസാനം എന്നുള്ളൊരു പ്രയോറിറ്റി, ഇതൊക്കെ നമ്മളൊന്ന് മാറ്റിവെക്കണം. ആരോഗ്യം ആദ്യം നമ്മളത് പ്രയോറിറ്റൈസ് ചെയ്ത് അതിനുവേണ്ടി സമയം കണ്ടെത്തണം. ആരോഗ്യത്തോട് ഈ ഭൂമിയിൽ കൂടുതൽ കാലം ജീവിക്കണമെന്നും അതിനെക്കുറിച്ച് കുറച്ച് നമ്മൾ അറിവ് നേടുക, അതിനുവേണ്ടി കുറച്ച് നമ്മൾ പ്രവർത്തിക്കുക, ആ ആരോഗ്യത്തോട് മുന്നോട്ട് പോകാൻ മനസ്സുകൊണ്ടൊരു തയ്യാറെടുക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആരോഗ്യം നഷ്ടപ്പെട്ട് നമ്മൾ എന്നും മരുന്നും മന്ത്രമായി ഒരു മരിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്കാവും നമ്മളെല്ലാവരും. അതിനേക്കാളുമൊക്കെ എത്ര നല്ലതാണ് ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഏറ്റെടുത്താൽ. വെൽനസ് എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞൊരു വലിയ ടോപ്പിക്കാണ്. അത് നമ്മൾ ഓരോരോ ആംഗിളിൽ കൂടെ സംസാരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള താക്കോല് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ കീ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇതൊന്ന് സംസാരിച്ചു. ഇനി നമ്മുടെ ഭക്ഷണത്തിലെ പോഷകക്കുറവ് എന്താണ്, ഭക്ഷണത്തിലെ പോഷകക്കുറവിൻ്റെ കാരണം എന്താണ് എന്നുള്ളതെന്ന് പറയുന്നത് അതൊരു വലിയ ടോപ്പിക് കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഇനി എന്തുകൊണ്ടിട്ട് നമുക്ക് ഇന്ന് സപ്ലിമെൻറ്റ്സ് ആവശ്യം വരുന്നു, എന്തുകൊണ്ടിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ പോഷകങ്ങൾ കുറയുന്നതിൻ്റെ റീസൺ കൊണ്ട് സപ്ലിമെൻറ്റ്സ് ആവശ്യം വരുന്നു, അങ്ങനെയാണെങ്കിൽ സപ്ലിമെൻറ്റ്സ് നമ്മൾ എന്തൊക്കെ എടുക്കാം, എങ്ങനെയൊക്കെ എടുക്കാം എന്നുള്ളത് അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. നമ്മൾ ഏതൊരു വണ്ടി വാങ്ങിയാലും എങ്ങനെയാണ്, അത് പെട്രോളാണോ ഡീസലാണോ നോക്കിയിട്ട് ആ കമ്പനി ഇറക്കിയേക്കുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടേ നമ്മൾ ആ കാറ് യൂസ് ചെയ്യുള്ളൂ, അല്ലേ? ആ കാറിനകത്ത് പെട്രോൾ ആണെങ്കിൽ പെട്രോൾ ഒഴിക്കുള്ളൂ, ഡീസലാണെങ്കിൽ ഡീസലേ നമ്മൾ ഒഴിക്കുള്ളൂ, അല്ലേ? അതേപോലെ നമ്മളൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ യൂസർ മാനുവൽ വെച്ചിട്ട് ഒരാഴ്ച നമ്മൾ എല്ലാ സെറ്റിങ്സ് നോക്കി പഠിച്ച് കറക്റ്റായിട്ട് നമ്മൾ അതിനെ സ്റ്റാർട്ട് ചെയ്യാനും കറക്റ്റായിട്ട് അതിനെ യൂസ് ചെയ്യാനും നമ്മൾ പഠിക്കും.
പക്ഷെ ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഈ നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഉൾട്ട പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന അറിഞ്ഞിട്ട് പോലും ഈ ശരീരം വെച്ചിട്ട് എത്രത്തോളം കെയർലെസ് ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, എങ്ങനെയൊക്കെ നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ എങ്ങനെയൊക്കെ ആയിരിക്കണം, ഈ ശരീരത്തിന് വേണ്ട വ്യായാമം എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? എന്നിട്ട് പോലും നമ്മൾ എണീറ്റ് നടക്കണില്ല, എന്നിട്ട് പോലും നമ്മളിങ്ങനെ ജീവിച്ചിരിക്കണില്ലേ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ എത്ര നല്ല കാര്യമാണ്. നമ്മൾ ഒരു രീതിയിലും ശ്രദ്ധിക്കാണ്ട് നമ്മുടെ ഈ ബോഡിയെ കൊണ്ട് നടക്കുമ്പോൾ അസുഖം വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതൊരു തോട്ട് പ്രൊവോക്കിംഗ് വീഡിയോ തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിക്കുക, എത്രത്തോളം ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടി ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, എത്രത്തോളം ഞാൻ എൻ്റെ എല്ലാ രീതിയിലുള്ള വെൽനെസ്സിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ എത്രത്തോളം കോൺഷ്യസ് ആയിട്ട് അതിനു വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിക്കുക. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കിത് ഭയങ്കര ആവശ്യമാണ്. പഴയ കാലഘട്ടത്തിൽ എവറിത്തിങ് വാസ് നാച്ചുറൽ. ഒരു നല്ല പ്രകൃതി ഉണ്ടായിരുന്നു, ഒരു പൊല്യൂഷനും ഉണ്ടായിരുന്നില്ല, ഒരു രീതിയിലുള്ള അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല, ആരും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലായിരുന്നില്ല, എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ചിരുന്നു, കെമിക്കൽ അടങ്ങിയതോ ടോക്സിൻസ് നിറഞ്ഞോ വായു ഉണ്ടായിരുന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല, വെള്ളം ഉണ്ടായിരുന്നില്ല, അന്ന് ഇത്ര അസുഖം ഉണ്ടായിരുന്നില്ല, ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്, ഫെസിലിറ്റീസും ഉണ്ട്, ടോക്സിൻസും ഉണ്ട്, പൊല്യൂഷനും ഉണ്ട്, അസുഖങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ജീവിച്ചു പോകാൻ പാടില്ല. അപ്പോൾ കുറച്ച് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കൊരു വെൽനെസ് കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇനിയുള്ള വീഡിയോസ് മുഴുവനും നമുക്ക് വെൽനെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് കുറേ ടിപ്സുകളുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ, നമുക്ക് ഓരോ കണ്ടീഷൻസിലും എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കിത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കിത് ഗുണപ്പെട്ടിട്ടുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിതൊന്ന് ഷെയർ ചെയ്യാം. ഇനി എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാവുന്നതാണ്. പുതിയ ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്.